മുട്ടിൽ മരമുറിയിൽ വനം വകുപ്പിന്റെ ഉദാസീന നിലപാട് തിരിച്ചടിയാകും എന്ന ആശങ്ക. തടി കണ്ടുകെട്ടിയതിനെതിരെ വിധിയുണ്ടായാൽ പോലീസ് കേസും ദുർബലമാകും. വനം വകുപ്പ് ഉദ്യോഗസ്ഥർ വിവരങ്ങൾ നൽകാത്തതിനെ തുടർന്ന് കണ്ടുകെട്ടൽ നടപടി കഴിഞ്ഞ ദിവസം ഹൈക്കോടതി സ്റ്റേ ചെയ്തിരുന്നു. കമൽ ചേരുന്നുണ്ട് വിവരങ്ങളുമായി. കമൽ, ഗുഡ് മോർണിംഗ്. ഈ മുട്ടിൽ മരമുറി കേസ് ഇനി ഏത് ഗതിയിലായിരിക്കും മുന്നോട്ട് പോവുക? വിവരങ്ങൾ എന്താണ്? മോദി, ഗുഡ് മോർണിംഗ്. ഈ സർക്കാർ അധികാരത്തിൽ വന്നപ്പോൾ മുതൽ വനംവകുപ്പ് മന്ത്രി ഷിബു ബേബി ജോൺ പറയുന്നത് മുട്ടിൽ മരമുറിയിൽ വനംവകുപ്പിന് കാര്യമായി ഒന്നും ചെയ്യാനില്ല, റവന്യൂ ഭൂമിയിലെ മരങ്ങളാണ് മുറിച്ചത്, പോലീസാണ് കേസെടുത്ത് കുറ്റപത്രം നൽകിയിരിക്കുന്നത് എന്നാണ്. അദ്ദേഹം പറയുന്നത് ഭാഗികമായി ശരിയാണ്. പക്ഷേ തടികൾ അന്ന് പിടിച്ചെടുത്തതും അത് കണ്ടുകെട്ടിയതും തുടർന്ന് ലേലം ചെയ്യാനുള്ള നടപടികൾ സ്വീകരിച്ചതും വനംവകുപ്പാണ്. അതിനെതിരെ പ്രതികൾ കൽപ്പറ്റയിലെ ജില്ലാ കോടതിയെ സമീപിച്ചു. അന്ന് വനംവകുപ്പ് ഉദ്യോഗസ്ഥരും ജില്ലാ ഗവൺമെന്റ് ലീഡറും കർശനമായ നിലപാടെടുത്തു. കൃത്യമായി വിവരങ്ങൾ നൽകി. കോടതി പ്രതികളുടെ ഹർജി തള്ളി. മരം തങ്ങളുടേതാണെന്ന് തെളിയിക്കാൻ ഒരു കീറക്കടലാസ് പോലും ഹാജരാക്കാൻ കഴിഞ്ഞില്ല എന്ന് പറഞ്ഞുകൊണ്ട് അവരുടെ അപ്പീൽ തള്ളി. അതിനെതിരെ ഹൈക്കോടതിയിൽ നൽകിയ അപ്പീലിൽ സൗത്ത് വയനാട് DFOയോട് അഡ്വക്കേറ്റ് ജനറൽ ഓഫീസ് സ്റ്റേറ്റ്മെന്റ് ഓഫ് ഫാക്ട്സ് ചോദിച്ചുകൊണ്ട് 17-ാം തീയതി കത്തയച്ചു. വീണ്ടും വനംവകുപ്പിന്റെ ലൈസൺ ഓഫീസർ തന്നെ റിമൈൻഡർ അയച്ചു. പക്ഷേ DFO ആ വിവരങ്ങൾ നൽകിയില്ല. അതുകൊണ്ട് പ്രോസിക്യൂഷന് കാര്യമായ വാദങ്ങൾ ഉയർത്താൻ പറ്റിയില്ല. ഹൈക്കോടതി ഈ കണ്ടുകെട്ടൽ നടപടിയും ലേല നടപടിയും സ്റ്റേ ചെയ്തു. ഇതിന്റെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ പ്രധാന കേസിൽ 85,000 പേജുള്ള കുറ്റപത്രം പോലീസിന്റെ പ്രത്യേക അന്വേഷണ സംഘം ബത്തേരി കോടതിയിൽ നൽകി അവിടെ വിചാരണ തുടങ്ങാനിരിക്കുകയാണ്. അതിനിടയിൽ ഈ തടികൾ പ്രതികൾക്ക് അവകാശപ്പെട്ടതാണ് എന്നൊരു വിധി വനംവകുപ്പിന്റെ കേസിൽ ഉണ്ടായാൽ പ്രധാന കേസടക്കം ദുർബലമാകും. അവിടെയാണ് വനംവകുപ്പ് മന്ത്രിയുടെയും വനംവകുപ്പിന്റെയും നിലപാടിൽ പ്രശ്നമുണ്ടാകുന്നത്. വനംവകുപ്പിന് ഇക്കാര്യത്തിൽ കൃത്യമായി ഈ കേസിൽ വനംവകുപ്പ് ശക്തമായ നിലപാട് എടുത്തില്ലെങ്കിൽ പോലീസ് കേസടക്കം ദുർബലമാകും. ഈ സൗത്ത് വയനാട് ഡിവിഷണൽ ഓഫീസിൽ നിന്ന് വിവരങ്ങൾ നൽകാതിരുന്നത് ബോധപൂർവമാണെന്ന ആക്ഷേപമുയരുന്നുണ്ട്. അവിടെ DFOയും റേഞ്ച് ഓഫീസറുമല്ല, വളരെ ജൂനിയറായ ഒരു ബീറ്റ് ഫോറസ്റ്റ് ഓഫീസറാണ് പ്രധാന കേസുകളുടെ അടക്കം ഫയലുകൾ കൈകാര്യം ചെയ്യുന്നത്. അവിടെ നിന്ന് പ്രതികൾക്കടക്കം വിവരങ്ങൾ ചോർന്നു കിട്ടുന്നു എന്ന ഗുരുതരമായ ആരോപണം അടക്കം ഉയരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ വനംവകുപ്പിന്റെ ഭാഗത്ത് നിന്ന് ഈ കേസിൽ ഈ കണ്ടുകെട്ടൽ നടപടിയുമായ അത് അനുകൂലമായ ഒരു വിധിയുണ്ടാകാൻ ശക്തമായ നിലപാട് വനംവകുപ്പ് സ്വീകരിച്ചാൽ മാത്രമേ പ്രധാന കേസിൽ പോലീസിന്റെ പ്രത്യേക അന്വേഷണ സംഘം എടുത്തിട്ടുള്ള കേസിൽ അതിന്റെ വിചാരണയിൽ ഒരു അനുകൂലമായ സർക്കാരിന് അനുകൂലമായി കാര്യങ്ങൾ മുന്നോട്ട് നീങ്ങുകയുള്ളൂ. മോദി. കമലാണ് വിവരങ്ങൾ പങ്കുവച്ചത്. തീർച്ചയായിട്ടും വനം വകുപ്പിന്റെ ഭാഗത്തു നിന്ന് അത്തരത്തിൽ ഒരു നിലപാടുണ്ടായാൽ മാത്രമേ ഈ കേസ് അതിൻ്റെതായ രീതിയിൽ മുന്നോട്ട് പോകൂ. അതാണ് ഞാൻ തുടക്കത്തിൽ ചോദിച്ചത്, ഇതിന്റെ ഗതി ഇനി എന്താവും എന്നത്. അപ്പോൾ കടുത്ത നിലപാടെടുക്കൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ്.